അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ മുജാഹിദ് നേതാവ് ടി.കെ. അഷ്റഫിൻ്റെ ഒരു പ്രസ്താവനയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. മകളുടേത് ശരി, മുനവ്വർ അലിയുടേത് തെറ്റ്. അതായത് ബാപ്പാൻ്റേത് തെറ്റ്, മകളത് ശരി എന്ന നിലപാടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മൊത്തത്തിൽ വഹാബിസത്തിൻ്റെ ഒരു തീം ഇതാണ്: വാപ്പാൻ്റേത് തെറ്റും മക്കളുടേത് ശരിയും. ഇതിൽ നിന്നാണ് വഹാബിസം തന്നെ ഉത്ഭുതമായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഅതൂനകും ബിൽ ഹദീസി മാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. നിങ്ങളുടെ ബാപ്പമാർ കേൾക്കാത്ത ചില പുതിയ വാദങ്ങളുമായിട്ട് ചില പെരുങ്കള്ളന്മാർ നിങ്ങൾക്കിടയിൽ അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടും. നിങ്ങളെയും അവരെയും സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ബാപ്പമാർ, നമ്മുടെയൊക്കെ പ്രപിതാക്കൾ കേൾക്കാത്ത ചില പുതിയ വാദഗതിയുമായിട്ട് കടന്നു വരുന്നവരാണ്. അതായത് വാപ്പാൻ്റേത് തെറ്റും മക്കളുടേത് ശരിയും എന്ന നിലപാടിൽ നിന്നാണ് വഹാബിസം തന്നെ ഉണ്ടായത്. നമുക്കതിൻ്റെ പ്രാരംഭ കാലഘട്ടത്തെക്കുറിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ്? ബാപ്പാൻ്റേത് തെറ്റും മകൻ്റേത് ശരിയും എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പണ്ഡിതനായിരുന്നു. ഈ പിതാവ് അദ്ദേഹത്തിൻ്റെ പുതിയ വികല ആശയങ്ങളെ നിശിതമായി വിമർശിച്ചിരുന്നു. അവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഒപ്പം കൂടിയ ആളുകൾ അന്ന് പറഞ്ഞ പ്രമേയമാണ് വാപ്പാൻ്റേത് തെറ്റും മകൻ്റേത് ശരിയും എന്ന്. ഈ ഒരു തീമിലാണ് ഇന്നും വഹാബിസം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വിഷയം തന്നെ എടുക്കുക. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് പള്ളിയിൽ പോയ സ്ത്രീ ഒതായിലെ ഖദീജക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീയാണ്. അത് മുജാഹിദുകൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണല്ലോ. അവിടെ ആ സ്ത്രീയുടെ മാതാവ് പള്ളിയിൽ പോയിട്ടില്ല. അവിടെയും മാതാവിൻ്റെത് തെറ്റും മകളുടേത് ശരിയും എന്ന നിലപാടാണ് മുജാഹിദുകൾ സ്വീകരിച്ചത്. അതായത് അവരുടെ മാതാവ്, അതിൻ്റെ മുകളിലുള്ള മാതാവ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ പണ്ഡിതന്മാർ, താബിയുകൾ, താബിയുകൾ, സ്വഹാബത്ത് ദീൻ പ്രചരിപ്പിച്ച ഒരു നാടാണ് കേരളം എന്നുള്ളത്. ഈ കേരളത്തിൽ ഒരു സ്വഹാബി വനിതയും പള്ളിയിൽ പോയിട്ടില്ല, ഒരു താബിഈ വനിതയും പള്ളിയിൽ പോയിട്ടില്ല. അതിനുശേഷം അവരെ തുടർന്ന് വന്ന പണ്ഡിത വനിതകളൊന്നും ജുമാ ജമാഅത്തിനായിട്ട് പള്ളിയിൽ പോയിട്ടില്ല. മറിച്ച് ആദ്യമായിട്ട് പള്ളിയിലേക്ക് ഈ വേലിക്കെട്ടുകളെ, മതിലുകളെയൊക്കെ പൊളിച്ചിട്ട് പള്ളിയിൽ പോയത് എന്ന് അവകാശപ്പെടുന്നത് ഒതായിലെ ഖദീജക്കുട്ടിയും ആമിന താത്തയുമാണ്. ഇവരുടെ വാപ്പമാരെയും വല്ലിപ്പമാരെയും അനുസരിക്കാതെയാണ് പള്ളിയിൽ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ വാപ്പയും വല്ലിപ്പമാരും ഒന്നും ചെയ്യാത്ത കാര്യമാണ് ആദ്യമായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അവിടെയും ഇവർ സ്വീകരിച്ച നിലപാട് ബാപ്പാൻ്റേത് തെറ്റും മക്കളുടേത് ശരിയും എന്നതാണ്. നോക്കൂ നിങ്ങൾ, ആഗോള സലഫികൾക്ക് തന്നെ ഈ വിഷയത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഹറമിനെ ഹോട്ടലാക്കരുത്, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് ഷെയ്ഖ് സുദൈസ്, അതായത് ഗൾഫ് സലഫിയായ സുദൈസ്, ഷെയ്ഖ് സുദൈസ് ഹറമിലെ ഇമാമായ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്ന ഒരു വാർത്ത നോക്കൂ നിങ്ങൾ. ചില സ്ത്രീകൾ ശരീഅത്തിന് വിരുദ്ധമായ രീതിയിൽ സൗന്ദര്യം പ്രകടിപ്പിച്ച് സുഗന്ധം പൂശിയും ഹിജാബ് ധരിക്കാതെയും പള്ളിയിൽ വരികയും പുരുഷന്മാരുമായി ഇടകലരുകയും ചെയ്യുന്നതായും ഇത് പ്രവാചകാധ്യാപകർക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വരുന്നത് നിങ്ങൾ തടയരുത്, അവർക്ക് വീടാണ് ഉത്തമം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്നും അതുകൊണ്ട് ഹറമിൽ വന്ന് പുരുഷന്മാരുമായി ഇടകലരുന്നതിനേക്കാൾ വീട്ടിൽ നമസ്കരിക്കലാണ് അവർക്ക് ഉത്തമമെന്നും ഡോക്ടർ സുദൈസ് ഉണർത്തി. എഅ്തികാഫ് വലിയ പുണ്യകർമ്മമാണെങ്കിലും ചിലർ ഹറമിനെ ഹോട്ടലായി പരിവർത്തിപ്പിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മാസം മുഴുവൻ ഊണും ഉറക്കവും ഹറമിലാക്കി നമസ്കരിക്കാനെത്തുന്നവർക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നത് ഭൂഷണമല്ല. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാതെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും ഹറമിലെ അനിയന്ത്രിതമായ തിരക്ക് കുറയ്ക്കാനും എല്ലാവരും സഹകരിക്കണം. അപ്പോൾ ആഗോള സലഫികൾക്ക് വരെ ഈ വിഷയത്തിൽ മാറ്റമുണ്ടായി. എന്നാൽ ഈ ടി.കെ. അഷ്റഫ് പറയുന്നത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ വെളിച്ചമാണ്, ഈ വെളിച്ചം എല്ലായിടത്തും എത്തും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വെളിച്ചം ഹറമിൽ തന്നെ മങ്ങി എന്നല്ലേ അപ്പോൾ നിങ്ങൾ പറയുന്നത്? ഹറമിൽ പോലും വീട്ടിൽ നിന്ന് നിസ്കരിക്കാനാണ് നിർദ്ദേശം നൽകുന്നതെങ്കിൽ
അത് ഇസ്ലാമിൻ്റെ വെളിച്ചമാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഹറമിൽ ആണല്ലോ ഈ വെളിച്ചപ്പം മങ്ങി വരുന്നത്. ഇന്ന് കേരളത്തിൽ എത്ര പള്ളികളുണ്ട് എണ്ണി നോക്കൂ നിങ്ങൾ. അതിൽ എത്ര ശതമാനം പള്ളിയിലാണ്, എത്ര ശതമാനം സ്ത്രീകളാണ് പോകുന്നത് എന്ന് അളന്നു നോക്കൂ. ഇത് ഇസ്ലാമിൻ്റെ വെളിച്ചമാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്നത് എത്രമാത്രം മൗഢ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ വെളിച്ചമാണെങ്കിൽ അത് എല്ലായിടത്തും പ്രസരിക്കും. പക്ഷേ കേരളത്തിൽ തന്നെ ഏതെങ്കിലും മുക്കുമൂലയിൽ പ്രസരിക്കുന്നത് ഒരിക്കലും ഇസ്ലാമിൻ്റെ വെളിച്ചമല്ല, അത് ഇസ്ലാം വിരുദ്ധമായിരിക്കുന്ന വെളിച്ചമാണ് എന്ന് ടി.കെ. അഷ്റഫ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങളിവിടെ വിഭാവനം ചെയ്യുന്നത് ഒരിക്കലും ഇസ്ലാമിൻ്റെ വെളിച്ചമല്ല, അത് ബിദ്അത്തിൻ്റെ വെളിച്ചമാണ്. ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ആശയങ്ങളുടെ ഇരുട്ടാണ് നിങ്ങളിവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആഗോള സലഫി ഭീകരതയുടെ മൂർധന്യതയിലെത്തിയ ഒരു വിഭാഗമുണ്ട്. അതായത് മദ്ഹലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ആഗോള സലഫിസത്തിൻ്റെ ഏറ്റവും ഭീകരതയുടെ മൂർധന്യ ദശയിൽ നിൽക്കുന്ന മദ്ഹലികൾ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഉടലെടുത്തു എന്നുള്ളത് വളരെയധികം അപകടകരമായ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ വെളിച്ചമല്ല, നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിന് അന്യമായ ഇരുട്ടാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ടി.കെ. അഷ്റഫും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചിന്തിക്കുക, എന്താണ് ഇസ്ലാമിൻ്റെ വെളിച്ചമെന്ന് കൃത്യമായി പഠിക്കുക, എന്താണ് ഇമാമുകൾ പഠിപ്പിച്ചത് എന്ന് പഠിക്കുക. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പണ്ഡിതന്മാർ എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്ന് കൃത്യമായി പരിശോധിച്ച് തിരുത്താൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാവണമെന്ന് വളരെ വിനയത്തോടു കൂടെ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.